ഹായ് എവരിവൺ, കെം ഗാരേജിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഡൽ വരുന്നത് 2010 ഓൾറെഡി ഇപ്പോൾ നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് ശരിക്കും മാജർ. ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള മഹീന്ദ്ര പോയി ഇതിനെ റീപ്രൊഡക്ഷൻ ചെയ്ത് ഇറക്കുകയാണെങ്കിൽ ആവശ്യക്കാരേറെയാണ്. ഇത്രത്തോളം ഡിമാൻഡാണ് ഈ ഒരു മാജർ എന്ന് പറയുന്ന കാറ്റഗറി. നമ്മുടെ ഈ ഒരു സ്പെക്കിനെ ഈ ഒരു മോഡൽക്ക് ആക്കിയെടുത്തുകയെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് യൂസിങ്ങിനല്ല, ചെക്കന്മാർക്ക് പൊളിച്ചെടുക്കാനുള്ള രീതിയിലാണ് നമ്മളിത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ്, സ്റ്റോക്ക് ഇൻഡിക്കേറ്റർ. ഈ ഒരു ജീപ്പിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ആയിട്ടുള്ള ബ്രേക്ക് ലൈറ്റും. മാജറിൻ്റെ ബോഡി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രസമാണ് കാണാൻ. നല്ല ഷേപ്പുള്ള ബോഡിയാണ്, അതുകൊണ്ട് ബോഡി വർക്ക് നമുക്ക് അധികം എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു സ്റ്റെപ്പിന് കരിയറിൽ ലോഡ് ചെയ്തിട്ടുള്ള ടയർ അത്യാവശ്യം ബൾക്കി ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു ബാക്ക് ബമ്പറിൽ ആഡ് ചെയ്യുന്ന ഫോഗ് ലാമ്പ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ജീപ്പിൻ്റെ റിവേഴ്സ് ലൈറ്റ് ആയിട്ടും അത് യൂസ് ചെയ്യാം. നൈറ്റൊക്കെ ആണെങ്കിൽ നല്ല വിഷ്വൽ ആയിരിക്കും. ഈ ഒരു സ്റ്റോക്ക് ആയിട്ടുള്ള ബ്രേക്ക് ലൈറ്റ് വണ്ടി കാണുന്നത് മുതലേ ഉള്ളതാണ്. ആ ഒരു റെഡും റിവേഴ്സ് ലൈറ്റും പിന്നെ ഇൻഡിക്കേറ്റേഴ്സും ഇതൊരു വേറൊരു പ്രത്യേക ലുക്കാണ്. ഹുഡിൻ്റെ ഷേപ്പ് നോക്കിയാൽ തന്നെ അറിയാം, നമുക്ക് മാക്സിമം കയ്യിൽ നിന്നൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പെക്കിൻ്റെ സസ്പെൻഷൻക്ക് വരികയാണെങ്കിൽ ARCയുടെ കാർബൺ ലീഫാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ജീപ്പിൻ്റെ സ്റ്റാബിലിറ്റിയും യാത്രാസുഖവും ആർട്ടിക്കുലേഷനൊക്കെ വേറെ ലെവലാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത്യാവശ്യം എക്സ്പെൻസീവാണ്. ARCയുടെ കാർബൺ ലീഫ് നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ ചെയ്ത് നോക്കിയാൽ അറിയാം, നല്ല എക്സ്പെൻസീവാണ്. മെയിൻ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ വൈബ്രേഷൻ കുറയുമ്പോൾ ജീപ്പ് നിങ്ങൾക്ക് അറിയാം എത്ര ഞെട്ടുമ്പോൾട്ടും മുറുക്കി കഴിഞ്ഞാലും ചെറിയ ചെറിയ സൗണ്ടുകൾ ഇങ്ങനെ വരും. സ്റ്റോക്ക് ആയിട്ടുള്ള സസ്പെൻഷനൊക്കെ ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്തിട്ടും ഈ ഒരു സസ്പെൻഷൻ യൂസ് ചെയ്തിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ എത്ര പൈസ മുടക്കിയാലും ഈ ഒരു സാധനം ഇടുള്ളൂ. കാരണം അത്രയും സ്മൂത്താണ്. ലോങ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു ARCയുടെ കാർബൺ ലീഫ്. ഈ ഒരു സ്പെക്കിൻ്റെ സൈഡ് പ്രൊഫൈൽ, ആ ഒരു ഹുഡിൻ്റെ ഷേപ്പും നമ്മൾ ആ ഒരു കൊടുത്തിട്ടുള്ള പാറ്റേണൊക്കെ ഒരു വെറൈറ്റി ആക്കിയിട്ടാണ് ഈ ഒരു സ്പെക്കിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ വരികയാണെങ്കിൽ JCBയുടെ സ്റ്റിയറിംഗ് ആണ് ഇന്റീരിയറിൽ ആദ്യം കാണുന്നത്. റോക്ക് സ്ലൈഡർ നമ്മളിവിടെ കസ്റ്റം ചെയ്തെടുക്കുന്നതാണ് ഗ്യാരേജിൽ വെച്ച്. അതോടൊപ്പം തന്നെ ഡോറും ചെയ്തെടുക്കും. മിററൊക്കെ അത്രയും ക്വാളിറ്റി ഒറിജിനൽ സാധനമാണ് നമ്മളിവിടെ ചെയ്യാറ്. ഗ്രാബ് ഹാൻഡിൽ പറഞ്ഞാൽ യാത്രക്കാർക്കും ഡ്രൈവേഴ്സിനൊക്കെ ഒരേപോലെ യൂസ്ഫുള്ളാണ്. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ. ഡോർ ഞാൻ പറയലുണ്ട്, ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമാണ് നമ്മളിവിടെ ചെയ്യാറ്. അവർക്ക് എന്തെങ്കിലും ലാബിലൊക്കെ ആഡ് ചെയ്യാണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. ഇൻറ്റീരിയർ സെക്ഷൻ നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ്, എത്രത്തോളം മനോഹരം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്നുള്ളത്. നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം ആ ഒരു ഡാഷ് ബോർഡും കാര്യങ്ങളും മീറ്ററും സ്റ്റിയറിങ്ങും ജീപ്പ് കണ്ടാൽ തന്നെ ഒരു ഓടിക്കാനുള്ള എനർജി നമുക്ക് വരും. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്യാറ്. സൗണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മളെല്ലാ വണ്ടിക്കും ചെയ്യുന്ന പോലെ തന്നെ ഹൈ ക്വാളിറ്റി ഫോഗ് ലാമ്പ് ഈ ഒരു ജീപ്പിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ടയറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. റോക്ക് ട്രാക്ക് MT എന്ന് പറയുമ്പോൾ തന്നെ മട്ടറയിൽ യൂസ് ചെയ്യാവുന്ന ഐറ്റം സാധനമാണ്. നമ്മളിവിടെ ചെയ്യാറ് അധികവും അരിവോൻ്റെ ബ്രാൻഡാണ്. ഞാൻ സജസ്റ്റ് ചെയ്യാം, നോർമൽ യൂസിനൊക്കെ ആണെങ്കിൽ MTയിലേറെ AT ആണ് ഏറ്റവും ബെസ്റ്റ്. നല്ല യാത്രാസുഖമാണ്, കംഫർട്ടാണ്. MTയിലേക്ക് നമ്മൾ സ്റ്റീൽ വീൽ റിമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ജീപ്പിൻ്റെ ആ ഒരു ഫ്രണ്ട് ലുക്ക് കാണുമ്പോൾ ഏതൊരു വണ്ടി ഭ്രാന്തനും, പ്രത്യേകിച്ച് ജീപ്പ് ഭ്രാന്തനാണെങ്കിൽ ഇവനെ കൊണ്ട് ഒരു അലട്ടിയിട്ടേ വരുള്ളൂ. ആ ഒരു ബൾക്കി ലുക്കിലാണ് നമ്മൾ ഈ ഒരു സ്പെക്കിനെ പടച്ചു വിട്ടിട്ടുള്ളത്. മെക്കാനിക്കലി ബെൻസിൻ്റെ പവർ സ്റ്റിയറിംഗ്, ഓയിൽ ക്ലച്ച്, ബൂസ്റ്റർ ബ്രേക്ക്, ഡിസ്ക് ബ്രേക്ക് പിന്നെ ഓൾറെഡി ഉണ്ടാവും. 2010 മോഡൽ മാജർ ഏതൊരുത്തൻ്റെ ആഗ്രഹമായിരിക്കും ഇങ്ങനത്തെ ഒരു സ്പെക്ക് വാങ്ങിയെടുക്കണം എന്നുള്ളത്. സോ അടുത്തൊരു വണ്ടിയുമായിട്ട് വീണ്ടും കാണാം.